ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്. ചലനത്തിനൊപ്പം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിസിക്സ് ആണ് വരുന്നത്. സയൻസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ വരാം. ഇതിൽ കോമൺ ആണല്ലോ സയൻസ് എന്നുള്ളത്. സോ ഇതിൽ ഈ ഒരു ചലനത്തിനൊപ്പം എന്നുള്ള ഭാഗം ഫിസിക്സിലെ ഭാഗമാണ്. പക്ഷേ ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ടൈപ്പ് ചലനങ്ങൾ അല്ലേ, വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ, പരിക്രമണം, ഭ്രമണം, ഇതൊക്കെ സ്ഥിരമായിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് പ്രിലിംസിനൊക്കെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്, പല ടൈപ്പ് ചലനവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ വരുന്നത് ഇൻട്രോ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ആദ്യം വരുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ. ഓക്കെ, പെർ ഹവർ ആണ്. അവർ ഓർത്തോക്കണം, 1667 ഏകദേശം 1600 എന്ന് ഓർത്ത് വെച്ചാൽ മതി. 1600 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, എന്ത് ഭൂമി സ്വയം തിരിയുന്നതിൻ്റെ വേഗത. ഇനി സൂര്യന് ചുറ്റും മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ പ്രദക്ഷിണം വെക്കുന്നത്, സൂര്യന് ചുറ്റും ഓടുന്നത്. അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്തിക്കണേ. ഒന്ന് 1600, മറ്റേത് 1,06,000. ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു സാമ്യതയില്ല അതിൽ. 1,06,000 അതേപോലെ 1600, രണ്ടും ഒരു 1,6 എന്നുള്ള സംഖ്യയിൽ വെച്ച് എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ കിട്ടും. കാരണം അധികം അടുത്തുള്ള സംഖ്യ ഒന്നും എന്തില്ല, ഓപ്ഷനായിട്ട് തരില്ല ഇങ്ങനെ തരുമ്പോൾ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, അതാണ്. ഇനി അടുത്ത മുതലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡെഫിനിഷൻസ് വരുന്നു ഓരോന്നായിട്ട്. ആദ്യം ബലവും ചലനവും എന്താണെന്നുള്ളത്. അപ്പോൾ നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം, അല്ലേ. നമുക്ക് ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ചലിക്കും, മുമ്പോട്ടോ പിന്നോട്ടോ ചലിക്കും. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നവരോട് സാധിക്കും. ഇപ്പോൾ എന്താണ്, ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇപ്പോൾ ബോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. ഒരു ബോൾ വരുമ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബോൾ അവിടെ നിൽക്കും. അങ്ങനെ ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനോ എന്തുപയോഗിക്കാം, ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചിട്ടാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടും ഏകദേശം. ഇനി അടുത്ത മുതലാണ് കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാൻ പോവാണേ. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഓക്കെ, ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് പതിക്കുന്നത്, അല്ലേ. തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് പതിക്കുന്നത് നേരെ താഴോട്ടല്ല വരുന്നത്, നേർരേഖയിലാണ് താഴോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് കേട്ടോ. അത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് നോക്കാം. മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് പതിക്കുന്നത് നേർരേഖയിലാണ് വരുന്നത്. അങ്ങനെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഇനി അടുത്തത്, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഇത് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രമണത്തിൽ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം ഏതിൻ്റെ ഉള്ളിലായിരിക്കും, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക, അല്ലേ. സ്വന്തം അക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്ഷം ഉള്ളിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, നമുക്ക് ഭ്രമണം ഒന്നുമില്ല, ഭൂമിയുടെ ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിന് നമ്മളെന്താ പറയുക, ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്നല്ല വിളിക്കുന്നത്, സ്വയം ഭൂമി തന്നെ കറങ്ങുവാണ്. അപ്പോൾ അതിനെ ഭ്രമണം എന്നാണ് വിളിക്കുക. അതൊരു എക്സാമ്പിളാണ്. പിന്നെ രണ്ടാമതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പമ്പരം കറങ്ങുന്നത്. ഓക്കെ, പമ്പരം കറങ്ങുന്നതും ഭ്രമണമാണ്, അല്ലേ. നിങ്ങൾ നോക്കി, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ അക്ഷം വരുന്നത്, അത് വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഭ്രമണത്തിൽ വരുന്നതാണ്, റൊട്ടേഷനിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്താണ് മോഷനിൽ മൂന്നാമത്തേതാണ് പഠിക്കാൻ പോകുന്നത്. വൃത്താകാര പാതയിലുള്ള ചലനമാണ് ഏത്, വർത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തിനെ വിളിക്കുന്ന പേരെന്താണ്, വർത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കല്ലിൽ കയറി കെട്ടിട്ട് ഇങ്ങനെ കറക്കുവാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് എന്തായാലും ഒരു വൃത്താകാര പാതയിലല്ല അത് ചലിക്കുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. വൃത്താകാര പാതയിലുള്ള ചലനത്തിനെ വിളിക്കുന്ന പേരാണ് വർത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ എന്നുള്ളത്. ഇനി അടുത്തത്, വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ കേട്ടോ. അപ്പോൾ ഇത് എത്രാമത്തെ ഡെഫിനിഷനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ? 1, 2, 3 അവിടെ പറഞ്ഞു. ഇത് 4ാമത്താണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ചലനങ്ങളിൽ 4ാമത്തെ ചലനമാണ് ഇത് ഈ തന്നിരിക്കുന്ന ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്ത്, ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് ഊഞ്ഞാലും ഇതിൻ്റെ എക്സാമ്പിളാണ്. ഊഞ്ഞാലും അതേപോലെ പെൻഡുലവും ഈ ഓസിലേഷൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഓർത്തോക്കണേ, ഊഞ്ഞാലും പെൻഡുലവും ഏതിൻ്റെ എക്സാമ്പിളാണ്,
ഈ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനത്തിൻ്റെ എക്സാമ്പിളിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് അവർക്ക് ചോദിക്കാറുള്ളത്. ഇനി ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോക്കണേ. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ റബ്ബർ ബാൻഡ് പിടിച്ച് വിടുന്നത്, അതേപോലെ വീണയുടെ കമ്പി അല്ലേ, അത് ദ്രുതഗതിയിൽ ചലിക്കും നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളതാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് ഉള്ളത്. ഓക്കെ, ഇനി വരുന്നത് അതൊക്കെ ഒന്ന് ഓർത്തോക്കണേ. നമുക്കിനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ചോദിക്കാനുള്ള സ്കോപ്പ് ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഓടിച്ചു വിടുന്നത്. ഇനി അടുത്തത്, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. ആണല്ലോ, അത് നിങ്ങൾക്കിപ്പോൾ മില്ലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയ യന്ത്രം കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിനായിട്ട് ബെൽറ്റ് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരു യന്ത്രത്തിലേക്ക് എന്ത് ചെയ്യും, കറക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലം മറ്റ് യന്ത്രങ്ങളിലേക്ക് കൂടി എന്ത് ചെയ്യുക, വ്യാപിപ്പിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് പൽചക്രങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇത് നോക്കേ, ഇത് കാണാം, ഇത് മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ചിലതൊക്കെ ഇപ്പോൾ ക്ലോക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വാച്ചിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിൻ്റെ യൂണിറ്റിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെയുള്ള, അതായത് അടപ്പുകളിലുള്ള നേരിയ പല്ലുകൾ, ഇങ്ങനെ പല്ലുകൾ ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്ന് കറങ്ങും എന്ത് ചെയ്യും, മറ്റേതും കറങ്ങും. അപ്പോൾ അതുകൊണ്ട് മറ്റേതിനെ കറങ്ങാൻ സഹായിക്കുന്നു. ഇത്തരം ചക്രങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ് എന്ന് പറയും. ഓക്കെ, പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്, അതൊന്ന് ഓർത്തോക്കണേ, പൽചക്രങ്ങൾ, ഗിയേഴ്സ്. അപ്പോൾ ഒരു യന്ത്രഭാഗത്തെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൽചക്രങ്ങളിൽ 2 ടൈപ്പ് വരാം അല്ലേ. ഒരു ചെറിയ പൽചക്രം ഉപയോഗിച്ചിട്ട് വലിയ പൽചക്രം കറക്കാം, ആണല്ലോ. അങ്ങനെ കറക്കുമ്പോൾ എന്താണെന്ന് ചെയ്യുന്നറിയാം, ചലനവേഗം കുറയാണ് ചെയ്യുക, അതായത് വെല്ലിൻ്റെ ചലനവേഗം കുറയാണ് ചെയ്യുക. ഇനി തിരിച്ചാണെങ്കിൽ എങ്ങനെയാണ് വരിക, ഇപ്പോൾ ഒരു വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുന്നതാണെന്നിരിക്കും, അപ്പോൾ ചലനവേഗം എന്താ ചെയ്യുന്നറിയാം, കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ചലനവേഗം എന്ത് ചെയ്യുക, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിനായിട്ടുള്ള ഇത്. നമുക്ക് ടോപ്പിക് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ വരുന്നുണ്ട്, ടോപ്പിക്കിൽ കുറേ കൂടി എന്താണ് എക്സാമ്പിൾസോ ഒക്കെ പറയാനുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഇതിലേക്ക് വരാത്തത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് അത് പഠിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്തത് ഇനി അങ്ങോട്ട് വരുന്നൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. പ്രത്യേകിച്ച് ബയോളജി ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ വരുന്നത് ഹെൽത്തുമായിട്ട് ബന്ധം, ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം ഈ ഒരു ടോപ്പിക്ക് നോക്കാം.